ഒരു സ്റ്റേജ് കാരേജ് പെർമിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, അത് നമ്മുടെ KSRTC ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്. ഇപ്പോൾ ഇതിനകത്തൊക്കെ തന്നെ എത്ര യാത്രക്കാരെ കയറ്റാം, അല്ലെങ്കിൽ എത്ര ടൈമിൽ ഓടാം, എത്ര ടൈമിൽ ഓടിയെത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവ്യക്തത ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ വലിയ അപകടങ്ങൾ നടക്കുകയും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1999 തോന്നുന്നു 2 പ്രധാനപ്പെട്ട അപകടങ്ങൾ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലും മറ്റേ പൊതു താല്പര്യ ഹർജി ആരോ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അതിലൊക്കെ അവ്യക്തത ഉണ്ട്. അതിൻ്റെ അവ്യക്തതയല്ല നമ്മുടെ പ്രശ്നം. അതിനെ തുടർന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് 6-7 വകുപ്പുകളും അതുപോലെ KSRTC അടങ്ങുന്ന കോർപ്പറേഷനുകളും ഒക്കെ ചേർന്ന് കൊണ്ടൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ കമ്മിറ്റി അതിനകത്ത് PWD ഉണ്ട്, KSRTC ഉണ്ട്, പോലീസുണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ PWD റോഡിനെ കുറിച്ചുള്ള അവരുടെ ഫൈൻഡിങ്സ് പറയും, KSRTC ബസ്സിനെ കുറിച്ചുള്ളത് പറയും. അങ്ങനെ ഇവരെടുത്ത ഉചിതമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ STA D3 എന്ന രീതിയിൽ നമ്മുടെ സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾക്ക് ഒരു റണ്ണിങ് ടൈം നിശ്ചയിക്കുകയുണ്ടായി. അതിനകത്ത് ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ക്ലാസ്, ഇങ്ങനെ 3 തരത്തിലാണ് ഈ സർവീസുകളെ നിജപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവർക്ക് നമ്മുടെ നിരത്തുകളുടെ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളുടെ പ്രത്യേകത അനുസരിച്ച് സിംഗിൾ ലൈൻ, ഡബിൾ ലൈൻ, 4 ലൈൻ, അതോടൊപ്പം സിറ്റി, ടൗൺ, ഇവർക്കൊക്കെ ഏത് രീതിയിൽ വേണം റണ്ണിങ് ടൈം നിശ്ചയിക്കാൻ എന്നുള്ളത് ശാസ്ത്രീയമായി കണ്ടെത്തുകയും അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ റിപ്പോർട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തോളം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാണ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ STA D3 അനുസരിച്ചുള്ള റണ്ണിങ് ടൈമിൽ മാത്രമേ കേരളത്തിലെ സ്റ്റേജ് ഗാരേജ് പെർമിറ്റുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഓടാനുള്ള അനുവാദമുള്ളൂ. അത് സ്വകാര്യ ബസ്സായാലും KSRTC ആയാലും. പക്ഷേ KSRTC പറയുന്നത് ഞങ്ങൾക്കിത് ബാധകമല്ല. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെക്ഷൻ 211 212 അനുസരിച്ച് ഞങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് റണ്ണിങ് ടൈം നിശ്ചയിച്ച് ഓടാമെന്നാണ്. എന്നാൽ അത് വിശദമായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തെറ്റുണ്ടാവാം, അപാകത ഉണ്ടാവാം. അതുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി തിരുത്തി തരണം. ഷെഡ്യൂൾ ടൈം നിശ്ചയിക്കാനാണ് KSRTCക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് KSRTCക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് അതിന് ഷെഡ്യൂൾ ടൈം. ഇപ്പോൾ 6 മണിക്ക് പുറപ്പെടേണ്ട ഒരു ബസ് 6:30 പുറപ്പെടുന്നതിന് RTO ഓഫീസിൻ്റെ അംഗീകാരം KSRTCക്ക് വേണ്ട. അപ്പോഴാണ് ഒരു ട്രാഫിക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഈ വണ്ടിയുടെ സമയം മാറ്റി നിശ്ചയിക്കാം. പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് KSRTC ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ KSRTCക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റണ്ണിങ് ടൈം, ഒരു ഉദാഹരണത്തിന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിൽ ഇപ്പോൾ ഒരു 6 മണിക്കൂറാണെങ്കിൽ ആ 6 മണിക്കൂർ നിശ്ചയിക്കേണ്ടത് എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ എത്ര ദൂരം അത് സിറ്റിയിലൂടെ ഓടുന്നു, എത്ര ദൂരം അത് സിംഗിൾ ലൈനിലൂടെ ഓടുന്നു, എത്ര ദൂരം അത് ഡബിൾ ലൈനിലൂടെ ഓടുന്നു, എത്ര ദൂരം അത് 4 ലൈനിലൂടെ ഓടുന്നു, ഇങ്ങനെയൊക്കെ കണക്കാക്കി കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം റണ്ണിങ് ടൈം നിശ്ചയിക്കാൻ. ആ റണ്ണിങ് ടൈം ആദ്യം നിശ്ചയിച്ചതിൽ ചില അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി KSRTCയുടെ MD തന്നെ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ പല വ്യാപകമായ ആക്ഷേപങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നീട് തിരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോഴും KSRTC പാലിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 6 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഞാൻ എക്സാക്റ്റായ ഒരു ഫിഗർ അല്ല പറയുന്നത്, എങ്കിൽ 6 6:30 ആയിരിക്കാം. എങ്കിൽ പോലും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് 6 മണിക്കൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 6 മണിക്കൂർ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അത് ജീവനക്കാരന് ആനുകൂല്യം കൊടുക്കുന്നതിൽ തുച്ഛമായ സംഖ്യ കൂട്ടിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സമയനിഷ്ഠ പാലിച്ചിട്ടോ കൃത്യമായ രീതിയിലോ വണ്ടി ഓടിക്കാൻ പറ്റാതെ വരുന്നു. ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തെ ഇത്തരത്തിൽ KSRTC ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. STA D3 KSRTCക്ക് ബാധകമല്ല എന്നാണ് KSRTC പല വിവരാവകാശ രേഖകളിലും മറുപടി തരുന്നത്. KSRTCക്ക് ബാധകമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് മറുപടി തരുന്നത്. KSRTCക്ക് ബാധകമാണ്, കാരണം സർക്കാരിൻ്റെ നിയമമാണത്.
അതെങ്ങനെയാണ് കെ എസ് ആർ ടി സിക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റുക? സ്റ്റേജ് ക്യാരേജ് ആയിട്ട് കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബസ് പാലിക്കേണ്ടത് മോട്ടോർ വാഹന നിയമമാണ്. അത് പാലിക്കുന്നില്ല. അങ്ങനെ പാലിക്കാതിരിക്കുന്നതിന് കാരണം ജീവനക്കാർക്ക് തുച്ഛമായ ചില ആനുകൂല്യം കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചുകൊണ്ടാണ്. അത് ഇന്നേ വരെ റെക്ടിഫൈ ചെയ്തിട്ടില്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആരെവിടെ സ്റ്റോപ്പ് ആവശ്യപ്പെട്ടാലും, ഒരു സ്റ്റോപ്പ് ആവശ്യപ്പെടുമ്പോൾ ആ ബസ്സിൻ്റെ ശരാശരി വേഗതയെ തടസ്സപ്പെടുന്നു. ഒരു 45, 50, 60 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് ഒരാൾ കൈ കാട്ടുമ്പോൾ അവിടെ നിർത്തി അദ്ദേഹത്തെ എടുത്ത് ആ ബസ്സിലേക്ക് അതിന് വേണ്ടി നിർത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ശരാശരി റണ്ണിങ് ടൈമിൽ വ്യത്യാസം വരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ 1/2 മിനിറ്റോ 1 മിനിറ്റോ അതിൻ്റെ റണ്ണിങ് ടൈമിൽ കൂട്ടിക്കൊടുക്കേണ്ടി വരും. പക്ഷേ നിലവിൽ അത് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ജീവനക്കാരന് അനുവദിക്കപ്പെട്ട റെസ്റ്റ് ടൈമിൽ, അതായത് 6 മണിക്ക് പുറപ്പെട്ട് 10 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറയുന്ന ബസ് 6 മണിക്ക് പുറപ്പെട്ടാൽ 11 മണിക്കേ എത്തുള്ളൂ, 12 മണിക്ക് തിരിച്ചു പോരണം. രേഖയിൽ 2 മണിക്കൂറുണ്ട് അയാൾക്ക് റെസ്റ്റ്, പക്ഷേ ഫലത്തിൽ അയാൾക്ക് 1 മണിക്കൂർ പോലും കിട്ടുന്നില്ല. ഇങ്ങനെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കൂടെ പോകുന്ന സഹായിയായ കണ്ടക്ടറും അവർ ത്യാഗം ചെയ്യുന്ന ഈ സമയം കൊണ്ടാണ് സർക്കാരും കെ എസ് ആർ ടി സിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത്. ഇത്തരത്തിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിപ്പറിക്കുന്ന ഒരു രീതിയെ എതിർത്തേ പറ്റൂ. ഇത് ശരിയല്ല. നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങൾ പറയാനോ മനസ്സിലാക്കാനോ ഇത് അംഗീകരിക്കാനോ കെ എസ് ആർ ടി സിയിലെ മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ തയ്യാറാവുന്നില്ല. ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. കാരണം ജീവനക്കാരുടെ പ്രശ്നമല്ല. എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ മരണനിരക്ക് കൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ 3 ഡ്യൂട്ടി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം പോയി അടുത്ത ദിവസം വരുമ്പോൾ 3 ഡ്യൂട്ടി കിട്ടുന്നത്. ഇത്തരം ഡ്യൂട്ടികളിൽ വാസ്തവത്തിൽ അവിടെ ചെന്നാൽ മതിയായ വിശ്രമം കിട്ടുന്ന സമയം പോലും ആ ഷെഡ്യൂളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഒരാൾ രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് വൈകിട്ട് അവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന 6 മണിക്കുള്ള വണ്ടിയാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആവും. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ STA D3 എന്നുള്ള നിയമം ഒന്നും പാലിക്കാതെ ഉള്ള പഴയ പ്രാകൃതമായ റണ്ണിങ് ടൈം വെച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 2 മണിക്കോ 2:30ക്കോ എത്തണം എന്നായിരിക്കും കണക്കിൽ. എത്തുന്നത് വൈകിട്ട് 6 മണിക്കായിരിക്കും. അയാൾ തിരിച്ചു വരേണ്ടത് രാത്രി 8:30ക്കായിരിക്കും. ചെല്ലുക, പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കുക, വീണ്ടും ആ വണ്ടി തന്നെ കയറിയിരിക്കുക. വീണ്ടും അവിടെ നിന്ന് അയാൾ ഈ പറഞ്ഞ കോഴിക്കോട് വരെ എത്തുമ്പോൾ രാത്രി കാലത്ത് എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് നിർത്തി കൊടുക്കണം. അത് സർക്കാർ നയമാണ്, പോളിസിയാണ്. അതൊരിക്കലും ഒരു ജീവനക്കാരന് എതിർക്കാൻ കഴിയില്ല. സർക്കാർ അങ്ങനെ ഒരു നയം വെച്ചാൽ അത് നമ്മൾ അംഗീകരിക്കണ്ടേ? അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ബാധ്യത, ലെജിസ്ലേച്ചർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ബാധ്യത ജീവനക്കാരുണ്ട്. പക്ഷേ അത് ചെയ്യുന്ന ജീവനക്കാരന് മതിയായ വിശ്രമം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അത് നോക്കേണ്ടത് ഒരു ട്രേഡ് യൂണിയൻ്റെ ബാധ്യതയാണ്. അത് നമ്മൾ എത്രയോ തവണ ഇവിടെ പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കെ എസ് ആർ ടി സിയിലെ ഒരു ട്രേഡ് യൂണിയൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ വീടിന് അവിടെ നിന്ന് കുറച്ച് അകലെയാണ് ഈ പറയുന്ന ഡിപ്പോ എങ്കിൽ ഏത് രീതിയിലും സഹിച്ച് ഞാൻ ആ ഡ്യൂട്ടി പോയിക്കോളാം, എനിക്ക് ഒരു ദിവസമെങ്കിലും വീട്ടിൽ വന്ന് എൻ്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കാമല്ലോ എന്നുള്ള ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥമായ സങ്കുചിത ചിന്തകൾ അയാളെ കുറ്റം പറയാൻ കഴിയില്ല. അവരും മനുഷ്യന്മാരല്ലേ. ഞാനും നിങ്ങളും എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാവരും മനുഷ്യന്മാരല്ലേ. അവർക്കൊക്കെ ഉണ്ടാകുന്ന ആ വിചാരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അതങ്ങ് അനുഭവിച്ചു പോകുന്നു. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അകാല മൃത്യുവാണ് സംഭവിക്കുന്നത്. ഇന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ 5 ദിവസം കൂടുമ്പോൾ ഒരാൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത്തരത്തിലുള്ള വികലമായ നിയമങ്ങളാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളില്ല, ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആളില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആളില്ല. സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതാണ്. പക്ഷേ സമൂഹത്തിന് നഷ്ടം ഉണ്ടായിക്കോട്ടെ, സ്ഥാപനത്തിന് ലാഭം ഉണ്ടാവട്ടെ എന്നതാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ നിലപാട്. ഇത് ഞാനൊരു തുറന്ന ചർച്ചയ്ക്ക് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റുമായി തയ്യാറാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ അംഗീകാരം ആർക്കുമില്ല, അംഗീകരിച്ച് വിജയിപ്പിച്ചു വിട്ട ഒരാളും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടുള്ളതാണ് സത്യം. രാത്രി കാലത്ത് ആര് എവിടെ ആവശ്യപ്പെട്ടാലും നിർത്തി കൊടുക്കണം. ഗവൺമെൻറ് നയമാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ നയം എടുക്കണം? അത് പൊതുജനങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ ചെയ്തേ പറ്റൂ. പക്ഷേ അതിനനുസരിച്ച് റണ്ണിങ് ടൈം കൂട്ടണ്ടേ? ഒരു സ്റ്റോപ്പിൽ നിന്ന് എ എന്ന സ്റ്റോപ്പിൽ നിന്നും ബി എന്ന സ്റ്റോപ്പ് വരെ പോകുമ്പോൾ എവിടെയും നിർത്തണ്ട എങ്കിൽ ആ ഡ്രൈവർക്ക് ആ വണ്ടി സുഖകരമായിട്ട് അത് ഓടിച്ചു പോവാം.
പക്ഷേ എക്കും ബിക്കും ഇടയിൽ 5 പേരെ ഇറങ്ങാനുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ശരാശരി വേഗതയെ അത് ബാധിക്കില്ലേ? അത് അയാളുടെ റെസ്റ്റ് ടൈമിനെ ബാധിക്കില്ലേ? ഇതൊന്നും ചിന്തിക്കാൻ, ഇത്തരത്തിലുള്ള പഠനം നടത്താൻ നമ്മുടെ സ്ഥാപനത്തിൽ ആരും തയ്യാറല്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ അവസ്ഥ. അതുകൊണ്ടാണ് കേരളത്തിൽ പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ എക്സൈസുകാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുണ്ട്, അധ്യാപകരുണ്ട്. പക്ഷേ മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ളത് KSRTCയിലാണ്. 5 ദിവസം കൂടുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു. പക്ഷേ ഇതൊന്നും ചിന്തിക്കാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ ഞങ്ങൾക്ക് വേണ്ടി ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.